ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മീസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മയോണൈസ് ചിക്കൻ പോളയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായി നമുക്ക് എല്ലില്ലാത്ത ചിക്കനാണ് വേണ്ടത്. ഞാനിതിപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് തന്നെ വേണം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ ചിക്കനൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മസാല തേച്ച് പിടിക്കണം. അപ്പോൾ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ചിക്കൻ്റെ എല്ലാ പീസിലും മസാല എത്തുന്നത് വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ വെക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസൊക്കെ ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാനിവിടെ 3 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഞാനിവിടെ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ച നമ്മുടെ ബാറ്റർ ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി ഞാനൊരു ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ബാറ്റർ അത്യാവശ്യം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇപ്പം ഞാനിവിടെ മുഴുവൻ ചിക്കൻ പീസസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇത് കുക്കായിക്കണോ എന്നറിയാൻ വേണ്ടി നമ്മളൊരു കത്തി വെച്ചോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് വെച്ചോ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് മയോണൈസും ടൊമാറ്റോ കെച്ചപ്പും കൂടി മിക്സ് ആക്കിയിട്ടൊരു സോസ് ഇതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മയോണൈസ് ചിക്കൻ പോള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻറ്റ് ഫീഡ്ബാക്കൊക്കെ മറക്കാതെ തന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.